നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ദേശീയപാത നെല്ലായിയിൽ ഒന്നിനു പിറകെ ഒന്നായി 3 കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. വ്യാഴാഴ്ച രാവിലെ 10:30ഓടെയായിരുന്നു സംഭവം. റോഡിലെ പുല്ലുവെട്ടുന്ന ജോലികൾ നടക്കുന്നതിനാൽ ദേശീയപാതയിൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ട്രാഫിക് കോണുകൾ സ്ഥാപിച്ചിരുന്നു. യാത്രക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ സാധാരണ 2-3 ലെയറുകളായാണ് ട്രാഫിക് കോണുകൾ വെക്കുക. എന്നാൽ ഒരു ഭാഗത്ത് മാത്രമാണ് ട്രാഫിക് കോൺ ഉണ്ടായിരുന്നത്. കാർ യാത്രികരുടെ ശ്രദ്ധയിൽപ്പെടാത്തതാണ് അപകട കാരണം. ട്രാഫിക് കോണിന്റെ തൊട്ടടുത്തെത്തിയപ്പോൾ ആദ്യത്തെ കാർ ബ്രേക്ക് ഇട്ട് വാഹനം നിർത്തി അപകടം ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു. രണ്ടാമത്തെ കാറും വാഹനം ഇടിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുവെങ്കിലും മൂന്നാമത്തെ കാറിന് നിയന്ത്രണം തെറ്റി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിലാണ് കാറുകൾക്ക് ചെറിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചത്. അപകടത്തിൽ ആർക്കും കാര്യമായി പരുക്കില്ല. ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന പേരാമ്പ്രയിൽ സർവീസ് റോഡുകളുടെ റീടാറിംഗ് പണികൾ ആരംഭിച്ചു. അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതു മുതൽ സർവീസ് റോഡുകളിലൂടെ ഭാരവാഹനങ്ങൾ അടക്കമുള്ളവ നിരന്തരമായി കടന്നു പോകുന്നത് മൂലവും കാലവർഷത്തിലും കുഴികൾ രൂപപ്പെട്ട റോഡ് ദുർബലമായ സാഹചര്യത്തിലാണ് റീടാറിംഗ് നടത്തുന്നത്. സർവീസ് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞത് സുഗമമായ ഗതാഗതത്തിന് തടസ്സമാകുകയും ഗതാഗത കുരുക്കിന് ഇടയാക്കുകയും ചെയ്യുന്നതായി പരക്കെ പരാതി ഉയർന്നിരുന്നു. ഓണനാളുകളിൽ ഉണ്ടായേക്കാവുന്ന ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും കൂടി ലക്ഷ്യമിട്ടാണ് റീടാറിംഗ് പണികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. കാർ തട്ടിയതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ കാർ യാത്രക്കാരനെ ആക്രമിച്ച കേസിൽ 2 പേർ കൂടി പിടിയിൽ. കൊറ്റനെല്ലൂർ കുതിരത്തടം സ്വദേശി വേലൻപറമ്പിൽ വീട്ടിൽ 29 വയസ്സുള്ള അബ്ദുൾ ഷാഹിദ്, കൊറ്റനെല്ലൂർ പട്ടേപ്പാടം സ്വദേശി തൈപ്പറമ്പിൽ വീട്ടിൽ 30 വയസ്സുള്ള നിഖിൽ എന്നിവരാണ് അറസ്റ്റിലായത്. ജൂലൈ 2 രാത്രി 8:30 കോണത്തുകുന്ന് വെച്ചായിരുന്നു സംഭവം. പുത്തൻചിറ കൊട്ടിക്കൽ വീട്ടിൽ മുഹമ്മദ് സിദ്ദിഖിന്റെ ബന്ധുവിന്റെ കാറിൽ കേസിലെ 1-ാം പ്രതി ആളൂർ മുരിയാട് ഉള്ളാട്ടിക്കുളം വീട്ടിൽ മിൽജോയുടെ കാർ തട്ടിയിരുന്നു. ഇത് ചോദ്യം ചെയ്ത വൈരാഗ്യത്തിൽ സിദ്ദിഖിനെയും കൂട്ടുകാരെയും പ്രതികൾ ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അറസ്റ്റിലായ 1-ാം പ്രതി മിൽജോയെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ആനന്ദപുരത്ത് വെച്ച് യുവാവിനെ ആക്രമിച്ച വാച്ചും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത കേസിൽ അറസ്റ്റിലായ അബ്ദുൾ ഷാഹിദിനെയും നിഖിലിനെയും കോടതിയുടെ അനുമതിയോടെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അബ്ദുൾ ഷാഹിദ് കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു കവർച്ച കേസിലും ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 4 അടിപിടി കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസിലും അടക്കം 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. നിഖിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അടിപിടിയിൽ ഉൾപ്പെട്ടതിനുള്ള 2 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MS ഷാജൻ, SI ദിനേഷ് കുമാർ, GSI TP പ്രീജു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഏത് ബജറ്റിനും ഇണങ്ങിയ ഏറ്റവും പുതിയ ഓണം കളക്ഷനുമായി മയൂഖി ത്രെഡ്സ് നന്ദിപുലത്ത് പ്രവർത്തനം ആരംഭിച്ചു. നന്ദിപുലം സഹകരണ ബാങ്ക് ബിൽഡിംഗിൽ ആരംഭിച്ച മയൂഖി ത്രെഡ്സിന്റെ ഉദ്ഘാടനം വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ, പഞ്ചായത്ത് അംഗങ്ങളായ ശ്രുതി രാഗേഷ്, രാധിക സുരേഷ്, VB അരുൺ എന്നിവർ ഉദ്ഘാടന വേളയിൽ ആശംസകളുമായി എത്തിച്ചേർന്നു. രസ്ന ബിനു, സിന്ധു ശിവൻ, സൈന സിബു എന്നിവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. സ്ത്രീകൾക്ക് സൗകര്യപ്രദവും ഗുണമേന്മയുള്ളതുമായ വസ്ത്രങ്ങൾ മിതമായ നിരക്കിൽ എത്തിക്കുന്നതാണ് മയൂഖി ത്രെഡ്സിന്റെ പ്രത്യേകത. സാരികൾ, ചുരിദാറുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ, കോട്ട് സെറ്റുകൾ, നൈറ്റുകൾ തുടങ്ങി വൈവിധ്യമാർന്ന കളക്ഷനുകൾ സ്റ്റോറിൽ ലഭ്യമാണ്. കൂടാതെ ഓണത്തോടനുബന്ധിച്ച് കുത്താമ്പുള്ളിയുടെ ഓണ കളക്ഷനുകളും മയൂഖിയിൽ ഉണ്ട്. പൊൻമനസിന്റെ വസ്ത്രപ്പൊലിമ. മയൂഖി ത്രെഡ്സ്, സഹകരണ ബാങ്ക് ബിൽഡിംഗ്, നന്ദിപുലം. വിളിക്കേണ്ട നമ്പർ 8541256552 അല്ലെങ്കിൽ 9744666075 9207607690.
കോടാലി കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിൽ പഞ്ചാരി മേളത്തിൽ പരിശീലനം നേടിയ മേള വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം ഞായറാഴ്ച നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മേള കലാകാരൻ കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിൽ മേളം അഭ്യസിച്ച 11 പേരാണ് അരങ്ങേറ്റം കുറിക്കുന്നത്. വൈകിട്ട് 6 നടക്കുന്ന അരങ്ങേറ്റ മേളത്തിന് തുടക്കം കുറിച്ച് പെരുവനം കുട്ടന്മാരാർ ഭദ്രദീപം തെളിയിക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രസമിതി സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ട്രഷറർ ഷനൂജ് വെട്ടിയാട്ടിൽ, വൈസ് പ്രസിഡന്റ് സുധീഷ് വെട്ടിയാട്ടിൽ, KN പത്മസുന്ദരൻ എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ വിജയദശമി ദിനത്തിൽ കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിൽ ഒരു 30ഓളം കുട്ടികളാണ് പഞ്ചാരി മേളത്തിന് തുടക്കം കുറിച്ചത്. അതിൻ്റെ വിജയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ വരുന്ന ഓഗസ്റ്റ് മാസം 24-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് 9 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള 11ഓളം കുട്ടികൾ പഞ്ചാരി മേളം പഠിച്ചവർ വൈകിട്ട് പെരുവനം കുട്ടന്മാരുടെ ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുകയാണ്. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,230 രൂപയും പവന് 73,840 രൂപയും രേഖപ്പെടുത്തി. പറപ്പൂക്കര രാപ്പാൾ കിഴക്കൂടൻ രാജൻ അന്തരിച്ചു. സംസ്കാരം പിന്നീട്. ഗീതയാണ് ഭാര്യ. രാഖി, രാഹുൽ എന്നിവർ മക്കളും ഷിബിൻ ദാസ് മരുമകനുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.